വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഇത് എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ ഒരു 4 ദിവസമായിട്ട് ഞങ്ങളിവിടെ തന്നെയുണ്ട്. അപ്പോൾ ഞാനും ചേട്ടനും കുഞ്ഞും ഉണ്ട്. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മക്കളും അവരുടെ മക്കളും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നൊരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു വിഷമം. അവരെല്ലാവരും ഞാൻ വീണ്ടും മിസ് ചെയ്യും. പിന്നെ ഇവിടെ വരുമ്പോൾ അച്ഛൻ്റെ ഓർമ്മകളാണ് മൊത്തം ഉള്ളത്. അച്ഛൻ്റെ ചാരുകസേരയാട്ടോ ഇത്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് പാടത്തേക്ക് നോക്കി നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഇളം കാറ്റൊക്കെ വീശുന്ന സമയം അച്ഛൻ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട്. അച്ഛൻ നട്ട മാവ് കണ്ടോ, ഈ മാവ് അച്ഛൻ നട്ട മാവായിരുന്നു. മിന്നൂസിൻ്റെ മുഖത്തും ചെറിയ വിഷമമുണ്ട്. കസിൻസിൻ്റെ മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരുടെ കൂടെ കളിയും ചിരിയും ഒക്കെ തന്നെയായിരുന്നു ആൾ. അപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോകണം. ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുന്നേ പോകാമെന്ന് ഓർത്തുകൊണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ചോറൊക്കെ കൊടുത്തപ്പോൾ ഇച്ചിരി വൈകിപ്പോയി. അപ്പോൾ അത് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇറങ്ങാമെന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അതുപോലെ വീടിൻ്റെ ഉള്ളിൽ നല്ല ചൂടൊക്കെ ആട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ അവരും പോവും. അപ്പോൾ റെഡി ആവാനുള്ള തിരക്കാട്ടോ. അങ്ങനെ ഞാൻ ദാ റെഡി ആയിട്ടുണ്ട്, മിന്നൂസും റെഡി ആയിട്ടുണ്ട്. ആകെ എന്തോ ഒരു വിഷമമാണ് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ. എന്താ പറയാൻ വാക്കുകളില്ല. എന്നെപ്പോലെ തന്നെ ഒത്തിരി പേരുകളുണ്ടാവുമല്ലോ ഇങ്ങനെ സ്വന്തം വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ ഉള്ള ഒരു വിഷമം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 4 ദിവസം നിങ്ങളിലും ഒത്തിരി നല്ല നല്ല ഓർമ്മകളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാ ചേട്ടനും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇനി പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ അമ്മ ഇവിടെ ഇല്ല. അമ്മ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് അമ്മ ഇല്ല. അമ്മ വരുന്നതിന് മുന്നേ ഞങ്ങൾ പോകും. അമ്മേനെയും മിസ്സ് ചെയ്യും, എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണേ. വൈകുന്നേരത്തിന് മുകളിൽ ഞങ്ങൾക്ക് തൊടുപുഴ എത്തണം. അപ്പോൾ ഞങ്ങളിതാ കാറിൽ കയറി പോവുകയാണ്. നാളുകൾക്ക് ശേഷമാട്ടോ ഇങ്ങനെ ഞങ്ങൾ നിൽക്കാൻ വരുന്നത് വീട്ടിൽ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഞങ്ങളിതേ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പോകാൻ നിൽക്കുവാണ്. നല്ല വെയിലാട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. ഞങ്ങളൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കൊച്ചിന് വേണ്ടി മാത്രം കുറച്ച് ചോറെടുത്ത് കൊടുത്ത് ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു. സിൻസ് എല്ലാവരും ഇന്ന് തന്നെ പോവും, അവരും റെഡി ആവുക കേട്ടോ. അപ്പോൾ അവരൊക്കെ കണ്ട് യാത്ര പറഞ്ഞതിന് ശേഷം കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. വേറൊരു ദിവസം ഞങ്ങളെല്ലാവരും തീരുമാനിച്ച് ഒന്നിച്ച് കൂടാനാട്ടോ പ്ലാൻ. അങ്ങനെ ഞങ്ങളിതാ വാഴക്കുളം എത്തിയിരിക്കുകയാണ്. വാഴക്കുളത്ത് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും അറിയാലോ വാഴക്കുളം പൈനാപ്പിളിൻ്റെ വലിയൊരു സിറ്റി തന്നെയാണെന്ന്. അപ്പോൾ അങ്ങനെ 2 പഴുത്ത പൈനാപ്പിളും മേടിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ ദ്വാരകയിൽ വെജിറ്റേറിയനാട്ടോ, വെജിറ്റേറിയൻ ഹോട്ടലാണേ. അവിടെ കയറി. നല്ല വിശപ്പുണ്ട്, ഒരു രക്ഷയില്ല, അതുപോലെ ചൂടും. അപ്പോൾ അതാ ചോറ് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫുഡാണ്, ഒന്നും പറയാനില്ല. നമ്മുടെ മനസ്സും വയറും നിറയും നമ്മുടെ. കാരണം ഇവർ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഭയങ്കര വലിയൊരു പ്ലേറ്റിലാട്ടോ ചോറ് വിളമ്പിയേക്കണം. അതിൽ കുറേ കറികളുണ്ട്, പായസം ഉൾപ്പെടെ ഇവർ വിളമ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഊണിന് 100 രൂപ കേട്ടോ മേടിക്കണേ. അപ്പോൾ നല്ല നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. നമുക്ക് അത്രയ്ക്ക് നല്ല ഹൈജീനിക്കുള്ള ഹോട്ടലാട്ടോ. സെൻറ്റ് ജോർജ് ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഹോട്ടൽ ദ്വാരക. അപ്പോൾ നിങ്ങൾ വാഴക്കുളം വഴി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് നോക്കുക. നല്ല അത്രയും നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഹൈജീനിക്കായിട്ടുള്ള ഫുഡാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വയറ് നിറച്ച് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ തന്നെ ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്, നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ, ബൈ ബൈ.